ആലുവയിൽ കഴിഞ്ഞ ദിവസം ഉസ്മാൻ എന്ന യുവാവിനുണ്ടായ പോലീസ് മർദ്ദനമാണെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് ഉന്നയിച്ച വിഷയം ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അൻവർ സാദത്ത് MLA ആണ് ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷത്തെ ചിലർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് നിയമസഭയിൽ മറുപടി നൽകിയത്. തീവ്രവാദികൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്നത് എന്തിനാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അൻവർ സാദത്ത് MLAയെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പോഴും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി. അസ്ലം, എന്താണിപ്പോൾ സഭയിൽ നടക്കുന്നത്? പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുക തന്നെയാണോ? എടത്തലയിൽ യുവാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് നിയമസഭയിൽ നടന്നത്. അടിയന്തര പ്രമേയം കൊണ്ടുവന്ന അൻവർ സാദത്തിനുൾപ്പെടെ എതിരെ ശക്തമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഉന്നയിച്ചത്. ഒരു തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പോലും അതേസമയം ആലുവയിൽ നടന്നത് തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരുടെ ഇടപെടലുണ്ടായി എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. അതായത് പോലീസിനെതിരെ 2 തവണ ആക്രമണം ഉണ്ടായപ്പോൾ അത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയിലെ ആൾക്കാർ പങ്കെടുത്തിരുന്നു. മാത്രമല്ല ആലുവയിലെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലെ പ്രതിയും ഇതിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ തീവ്രവാദികൾ ഇടപെട്ട ഒരു സംഭവത്തിന് പ്രതിപക്ഷം എന്തിനു പിന്തുണയ്ക്കുന്ന കാര്യമാണ് ചോദിച്ചത്. പ്രതിപക്ഷത്തിലെ നിലപാട് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല പ്രതിപക്ഷത്തിലെ ചില ആൾക്കാർ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടുകൂടി പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങുകയും മുദ്രാവാക്യം വിളിക്കുകയും മുഖ്യമന്ത്രി പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതേസമയം മുഖ്യമന്ത്രി പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം പിരിഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പ്രതിപക്ഷത്തിലെ ചില അംഗങ്ങൾ പ്രതിപക്ഷ പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾ തീവ്രവാദികളെ എതിർക്കുന്ന സമീപനം എടുക്കുന്നു. അതേസമയം അതിൽ ചില ഒറ്റപ്പെട്ട വ്യക്തികൾ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു. അത്തരം തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന വേദിയല്ല നിയമസഭയെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദികൾക്ക് കയറി കൊട്ടാനുള്ള ചെണ്ടയായി പോലീസിനെ മാറ്റാൻ കഴിയില്ല. അത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കും. മാത്രമല്ല അൻവർ സാദത്ത് നിയമസഭയ്ക്കകത്ത് മതവികാരം വളർത്താൻ ശ്രമിച്ചു, മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രി ഉന്നയിച്ചു. അതായത് ഈ മർദ്ദനമേറ്റ യുവാവ് അയാൾ നോമ്പ് തുറക്കാനായി പോവുകയായിരുന്നെന്നും നോമ്പ് കേരളത്തിൽ കൂടാൻ വേണ്ടി വന്നതെന്ന് 2 തവണ ആവർത്തിച്ചു. മാത്രമല്ല താൻ നോമ്പുകാരനാണെന്നും നോമ്പുകാരെ അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ നിലപാടെന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അൻവർ സാദത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? എന്തിനാണ് മതവികാരം വളർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് അൻവർ സാദത്തിനെതിരെ ഉന്നയിച്ചത്. അതേസമയം നടുത്തളത്തിൽ പ്രതിഷേധത്തിലായതിനാൽ തന്നെ കൃത്യമായ മറുപടി പ്രതിപക്ഷം നൽകാൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷം തിരിച്ചു കയറാനും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും അവസാന അവസരം പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഉപനേതാവിനോ മറ്റും സംസാരിക്കാനുള്ള അവസരം കൂടി പ്രതിപക്ഷത്തിന് നഷ്ടപ്പെട്ടു. അത്തരത്തിൽ മുഖ്യമന്ത്രി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരെന്നും മതവികാരം വളർത്താൻ ശ്രമിക്കുന്നവരെന്നുള്ള ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രി ഉന്നയിച്ചു. പ്രതിഷേധവുമായി നടുത്തളത്തിൽ നിന്നല്ലാതെ ഇക്കാര്യത്തിൽ സഭയ്ക്കകത്ത് മറുപടി പറയാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഏത് രീതിയിലുള്ള ഒരു ആക്രമണം നടത്തണം എന്നതിനെ കുറിച്ചുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി ഇറങ്ങിയതിന് ശേഷം പിന്നെ ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു സന്ദേഹം ഉണ്ടായി എന്ന് വേണം നമുക്ക് സംശയിക്കാൻ. കാരണം അവർ തിരിച്ചു പോവുകയോ സംസാരിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുകയോ അവർ ചെയ്തില്ല. ചുരുക്കത്തിൽ മുഖ്യമന്ത്രി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും തുടക്കത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് പറഞ്ഞെങ്കിൽ പോലും തീവ്രവാദികളുടെ ഇടപെടലുണ്ടായി. അതിനെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു. പ്രതിപക്ഷത്തിൽ അവതരിപ്പിച്ച അൻവർ സാദത്ത് മതവികാരം ഉയർത്താൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചു. അതിന് സഭയ്ക്കകത്ത് കൃത്യമായ മറുപടി പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. അതായത് യഥാർത്ഥത്തിൽ ആ യുവാവിന് പോലീസ് മർദ്ദനമുണ്ടായി, അവിടെ പോലീസിന്റെ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞു വെച്ച് മറ്റു വിഷയത്തിലേക്ക് കൂടുതൽ ഊന്നൽ നൽകാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്നാണ്. തീർച്ചയായും ആ വിഷയത്തിൽ തുടക്കത്തിൽ പോലീസിന് അല്ലെങ്കിൽ കേസെടുക്കാമായിരുന്ന ഉസ്മാൻ എന്ന ഒരാൾ പോലീസിനെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം തിരിച്ചു മറിഞ്ഞത് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വീഴ്ച അംഗീകരിച്ചു. ക്ഷമിക്കണം. അതേസമയം ആ വിഷയത്തിൽ തീവ്രവാദികളുടെ ഇടപെടലുണ്ടായി. ആ വിഷയത്തിൽ ഇവിടെ കൊണ്ടുവന്നത് തന്നെ ശരിയായില്ല. തീവ്രവാദികൾ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അതിനപ്പുറം ഒരു പടി കടന്നുകൊണ്ട് പ്രതിപക്ഷത്തിലെ ചിലർ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ അടിയന്തര നോട്ടീസ് അവതരിപ്പിച്ച അൻവർ സാദത്ത് നോമ്പുകാരനാണെന്നും അതോടൊപ്പം തന്നെ ഉസ്മാൻ നോമ്പുകാരനാണെന്നും പലകുറി പറഞ്ഞുകൊണ്ട് ഒരു മതവികാരം ഉയർത്താൻ അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ള ഗുരുതര ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. സഭയ്ക്കകത്ത് ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ലാത്തതിനാൽ തന്നെ ഇതിന് കൃത്യമായ മറുപടി ഫ്ലോറിൽ മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള അവസരവും പ്രതിപക്ഷം നഷ്ടപ്പെട്ടു. ഇപ്പോൾ പ്രതിപക്ഷം ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട്. അതേസമയം സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കൽ സബ്മിഷൻ ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് ഭരണപക്ഷ അംഗങ്ങളുടെ സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ വിഷയം സർക്കാരിനെതിരെ പോലീസിനെതിരെയാണ് വിഷയം പ്രതിപക്ഷം കൊണ്ടുപോകുമെങ്കിലും